നമസ്കാരം, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂലൈ 5-ാം തീയതി മുതൽ 14-ാം തീയതി വരെ കേരള സാക്ഷരതാ മിഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന +1 +2 തുല്യതാ പരീക്ഷയുടെ ഫൈനൽ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുൻപ് ഒരു ടൈം ടേബിൾ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായിരുന്നു. അതായത് ഈ വർഷം മെയ് മാസത്തിലാണ് പരീക്ഷ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നത്. മറ്റു പല സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അത് ജൂലൈ മാസത്തിലേക്ക് പിന്നീട് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ ജൂലൈയിൽ പരീക്ഷ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഒരു ടൈം ടേബിളാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാകുന്നതല്ല. പരീക്ഷ നിർബന്ധമായിട്ടും ജൂലൈ 5 മുതൽ 14-ാം തീയതി വരെ കൃത്യമായ സമയങ്ങളിൽ നടക്കുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പഠിതാക്കളും +1ലെയും +2ലെയും എല്ലാ പഠിതാക്കളും നിർബന്ധമായിട്ടും പരീക്ഷ എഴുതണം. നിങ്ങൾക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഇല്ലാത്തവരാണെങ്കിൽ, അതായത് കിടപ്പിലാവുകയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു രീതിയിലുള്ള ഒഴിവുകളും അല്ലെങ്കിൽ ഒഴിവ് കഴിവുകൾ പറയാതെ നിർബന്ധമായിട്ടും പരീക്ഷ എഴുതണം. പാസ്സായില്ലെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം +1 ഓൾറെഡി, അതായത് ഇപ്പോൾ +2 എഴുതുന്നവരെ സംബന്ധിച്ച് ഈ പരീക്ഷ വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. കാരണം +1 പരീക്ഷ എഴുതി നമ്മളെല്ലാവരും, ചില ആളുകളും മിക്കവാറും ആളുകളൊക്കെ ഡബിൾ പാസ് വാങ്ങിയവരാണ്. അതായത് ഒരു വിഷയത്തിൽ 48 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിയവരാണ്. എന്ന് പറഞ്ഞാൽ +2വിൻ്റെ അതേ വിഷയം +2വിലെ മാർക്ക് കൂടി +1ൽ വാങ്ങി ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ +2വിൽ ഇപ്പോൾ പാസ്സായില്ലെങ്കിലും, അങ്ങനെ 48 അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകൾ ആ വിഷയത്തിൽ പാസ്സായില്ലെങ്കിലും, +2 പാസ്സായില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് അറ്റൻഡ് ചെയ്യുമെങ്കിലും വേണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പരീക്ഷ നമ്മൾ ഫീസ് അടച്ച് എഴുതാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് +1 ആ ജയിച്ചത് മുഴുവൻ വീണ്ടും എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ അത്തരം ആപത്ഘട്ടത്തിലേക്കൊന്നും പോവാൻ ശ്രമിക്കരുത്. പിന്നെ +1കാരെ സംബന്ധിച്ച് ആദ്യത്തെ പരീക്ഷയാണ്. നിർബന്ധമായിട്ട് എല്ലാവരും നന്നായിട്ട് പഠിച്ച് തന്നെ പരീക്ഷ എഴുതണമെന്നാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം മാക്സിമം മാർക്ക് +1ൽ ഉണ്ടാക്കിയാൽ +2 നമുക്ക് എളുപ്പത്തിൽ കടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. +1നെ നിങ്ങൾ ഉഴപ്പോടുകൂടി കാണുകയാണെങ്കിൽ +2വിൽ നന്നായിട്ട് പഠിക്കേണ്ടി വരും. നല്ല റിസ്ക് ആണ് +2 പാസ്സാവാൻ. അതുകൊണ്ട് തന്നെ +1ലാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ടൈം ടേബിൾ നോക്കാം. ആദ്യം നമ്മളിവിടെ പറയാൻ പോകുന്നത് +2വിൻ്റെ ടൈം ടേബിളാണ്. +2 പരീക്ഷ എഴുതുന്ന ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ, ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് വിദ്യാർത്ഥികളുടെ ടൈം ടേബിൾ ഒരുമിച്ചാണ് പറയുന്നത്. 5-ാം തീയതി 5/7/2024 വെള്ളിയാഴ്ചയാണ്. 5/7/2024 വെള്ളിയാഴ്ച എല്ലാ പരീക്ഷകളും രാവിലെ 9:30 മുതൽ 12:15 വരെയാണ്. അപ്പോൾ 5-ാം തീയതിയിലെ വെള്ളിയാഴ്ചയിലെ 9:30 മുതൽ 12:15 വരെ +2കാരുടെ പരീക്ഷകൾ മലയാളം, ഹിന്ദി, കന്നഡ എന്നിവയാണ്. അപ്പോൾ മലയാളം എടുത്ത് പഠിക്കുന്നവർ മലയാളം എഴുതുക, ഹിന്ദി എടുത്ത് പഠിക്കുന്നവർ ഹിന്ദി എഴുതുക, കന്നഡ എടുത്ത് പഠിക്കുന്നവർ കന്നഡ അന്നേ ദിവസം എഴുതുക. ക്ലിയർ അല്ലേ? ഇനി 6-ാം തീയതിയിലെ പരീക്ഷ 6/7/2024 ശനിയാഴ്ചയാണ്. 6/7/2024 ശനിയാഴ്ച. സമയം മുൻപത്തത് തന്നെയാണ്, 9:30 മുതൽ 12:15 വരെ. അന്ന് നടക്കുന്ന +2വിൻ്റെ പരീക്ഷ ഇംഗ്ലീഷാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്കും അതുപോലെ തന്നെ മറ്റ് കൊമേഴ്സുകാർക്കും കോമൺ ആയിട്ടുള്ള പേപ്പറാണ് ഇംഗ്ലീഷ്. അതുകൊണ്ട് രണ്ട് കൂട്ടർക്കും അന്ന് ഇംഗ്ലീഷാണ്. മറ്റൊരു പരീക്ഷ 7/7/2024 ഞായറാഴ്ച. 7/7/2024 ഞായറാഴ്ച. സമയം 9:30 മുതൽ 12:15 തന്നെയാണ്. 9:30 മുതൽ 12:15 വരെ. അന്നത്തെ പരീക്ഷകൾ ബിസിനസ്, സോഷ്യോളജി എന്നിവയാണ്. ബിസിനസ്, സോഷ്യോളജി ശ്രദ്ധിക്കണം. അക്കൗണ്ടൻസി, +2 അക്കൗണ്ടൻസിക്കാർക്ക് 7-ാം തീയതി ബിസിനസ് ആണ്. ഹ്യൂമാനിറ്റീസുകാർക്ക്, അത് ഹ്യൂമാനിറ്റീസുകാർ 2 വിഭാഗങ്ങളുണ്ട്, 2 സ്ട്രീമായിട്ട് പഠിക്കുന്നവരുണ്ട്. അതിൽ
സോഷ്യോളജി ഉള്ളവർ അന്നേ ദിവസം തന്നെയാണ് പരീക്ഷ. അതുപോലെ തന്നെ ഗാന്ധിയൻ സ്റ്റഡീസും അന്നേ ദിവസം തന്നെയാണ് പരീക്ഷ. ഗാന്ധിയൻ സ്റ്റഡീസിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് 9:30 മുതൽ 11:45 വരെയാണ് പരീക്ഷ ഉണ്ടാവുക. 60 മാർക്കിനാണ് പരീക്ഷ. അത് പ്രാക്ടിക്കൽ വിഷയമായതുകൊണ്ട് 9:30 മുതൽ 11:45 വരെയാണ് ഗാന്ധിയൻ സ്റ്റഡീസ് പരീക്ഷ ഉണ്ടാവുക. +2കാർക്ക് 7/7/2024. അന്നേ ദിവസം 80 മാർക്കിൻ്റെ പരീക്ഷയാണ് ബിസിനസ് സ്റ്റഡീസും അതുപോലെ തന്നെ സോഷ്യോളജിയും. അത് 9:30 മുതൽ 12:15 വരെയാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പിന്നെ അടുത്ത പരീക്ഷ വരുന്നത് അടുത്ത ആഴ്ചയിലാണ്, അതായത് 12/7/2024. അപ്പോൾ 7-ാം തീയതി, 5-ാം തീയതി മുതൽ 6-ാം തീയതി കഴിഞ്ഞ് 7-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരീക്ഷ വരുന്നത് 12-ാം തീയതിയാണ്. 12/7/2024 വെള്ളിയാഴ്ച. അപ്പോൾ നമുക്ക് അവിടെ ഒരു നീണ്ടൊരു ഇടവേള നമുക്ക് കിട്ടും. സാധാരണഗതിയിൽ അങ്ങനെ കിട്ടാറില്ല. 6 വിഷയങ്ങളും ദിവസങ്ങൾ അടുപ്പിച്ചാണ് പരീക്ഷ നടക്കാറുണ്ടായിരുന്നത്. ഇത് 2 ടേമായിട്ട് പരീക്ഷ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം പഠിച്ചെടുക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ 12/7/2024 വെള്ളിയാഴ്ച 9:30 മുതൽ 12:15 വരെ നടക്കുന്ന പരീക്ഷ ഹിസ്റ്ററി, അക്കൗണ്ടൻസി എന്നിവയാണ്. അപ്പോൾ ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററിയും അതുപോലെ തന്നെ കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസിയുമാണ് 12-ാം തീയതിയിലെ പരീക്ഷ നടക്കുന്നത്. ഇനി 13-ാം തീയതിയിൽ 13/7/2024 ശനിയാഴ്ചയാണ്. 13/7/2024 ശനിയാഴ്ച 9:30 മുതൽ 12:15 വരെ ഇക്കണോമിക്സ് ആണ് അന്നത്തെ പരീക്ഷ. ശ്രദ്ധിക്കണം, 13-ാം തീയതിയാണ് ശനിയാഴ്ച 9:30 മുതൽ 12:15 വരെ ഇക്കണോമിക്സ് ആണ് പരീക്ഷ. ലാസ്റ്റ് ഡേ ആണ് 14-ാം തീയതി. 14/7/2024 ഞായറാഴ്ച 9:30 മുതൽ 12:15 വരെ നടക്കുന്ന +2വിൻ്റെ പരീക്ഷ പൊളിറ്റിക്കൽ സയൻസ് ആണ്. ഓക്കെ, 14-ാം തീയതി 9:30 മുതൽ 12:15 വരെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് +2 പരീക്ഷ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ടവരുടെ ടൈം ടേബിള്. ഇനി +1കാരുടെ ടൈം ടേബിൾ പറയാം. +1കാർക്ക് 5-ാം തീയതി 5/7/2024 വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷ, അതായത് 9:30 മുതൽ 12:15 വരെ ഇംഗ്ലീഷാണ് അവരുടെ പരീക്ഷ. ശ്രദ്ധിക്കണം, 5-ാം തീയതി 5/7/2024 വെള്ളിയാഴ്ച +1കാർക്ക് നടക്കുന്ന പരീക്ഷ 9:30 മുതൽ 12:15 അത് ഇംഗ്ലീഷാണ്. അതുപോലെ 6-ാം തീയതി 6/7/2024 ശനിയാഴ്ച 12:15 വരെ 9:30 മുതൽ 12:15 വരെ നടക്കുന്ന പരീക്ഷ മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ കന്നഡ, അത് ഏതാണ് നമ്മൾ വിഷയിച്ചാൽ അത് ആണ് അന്ന് എഴുതേണ്ടത്. മലയാളം പഠിക്കുന്നവർ മലയാളം എഴുതുക, ഹിന്ദി പഠിക്കുന്നവർ ഹിന്ദി എഴുതുക, കന്നഡ പഠിക്കുന്നവർ കന്നഡ എഴുതുക. ഓക്കെ, 7-ാം തീയതി 7/7/2024 ഞായറാഴ്ച 9:30 മുതൽ 12:15 വരെ ഹിസ്റ്ററി, അക്കൗണ്ടൻസി, അതായത് ഹ്യൂമാനിറ്റീസുകാർക്ക് ഹിസ്റ്ററിയും കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസിയുമാണ് 7-ാം തീയതി +1ൽ പരീക്ഷ. അടുത്ത ആഴ്ചയിൽ പിന്നെ പരീക്ഷ വരുന്നത് 12-ാം തീയതിയാണ്. 12/7/2024 വെള്ളിയാഴ്ച 9:30 മുതൽ 12:15 വരെ ബിസിനസ് സ്റ്റഡീസ്, സോഷ്യോളജി എന്നിവയാണ്. ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി പോലുള്ള വിഷയം പഠിക്കുന്നവർക്കാണ്, അതായത് കൊമേഴ്സുകാർക്കാണ് ബിസിനസ് സ്റ്റഡീസ് വരുന്നത്. അതുപോലെ തന്നെ സോഷ്യോളജി, അന്നത്തെ സോഷ്യോളജി ഹ്യൂമാനിറ്റീസുകാർക്കാണ്. 12-ാം തീയതി ഹ്യൂമാനിറ്റീസുകാർക്ക് സോഷ്യോളജിയും ബിസിനസ് ആണ്, കൊമേഴ്സുകാർക്ക് ബിസിനസ്സുമാണ്. ഓക്കെ, ഇനി 13-ാം തീയതിയിലെ പരീക്ഷ 13/7/2024 ശനിയാഴ്ച 9:30 മുതൽ 12:15 വരെ പൊളിറ്റിക്കൽ സയൻസ് ആണ്. +1ന് പൊളിറ്റിക്കൽ സയൻസ് പരീക്ഷ നടക്കുന്നത് 13-ാം തീയതിയാണ് 9:30 മുതൽ 12:15 വരെ. ഓക്കെ, പിന്നെ ലാസ്റ്റ് ഡേയിലെ പരീക്ഷ 14/7/2024 ഞായറാഴ്ച 9:30 മുതൽ 12:15 വരെ നടക്കുന്ന പരീക്ഷ ഇക്കണോമിക്സ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേയിലാണ് ഇക്കണോമിക്സ് നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് +1 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്നവരുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. എല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൃത്യസമയം പാലിക്കുക എന്നുള്ളതാണ്. 9:30 പരീക്ഷ തുടങ്ങുമ്പോൾ 9:15 നിങ്ങൾ ഹാളിലുണ്ടാവണം. 9:15 ഹാളിലുണ്ടാവണം. അല്ലെങ്കിൽ 9 മണിക്കെങ്കിലും നിങ്ങൾ എവിടെ എത്തണം? നിങ്ങൾ എക്സാം സെൻറ്ററിൽ, പരീക്ഷാ സെൻറ്ററിൽ നിർബന്ധമായിട്ട് 9 മണിക്ക് എത്തിച്ചേരണം. കാരണം ഓരോ ദിവസവും നിങ്ങളുടെ ഹാളുകൾ, അതായത് പരീക്ഷ എഴുതുന്ന റൂമിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ സ്കൂളിൻ്റെ പുറത്ത്, അതായത്
ബിൽഡിങ്ങിൽ ഓഫീസിനോട് ചേർന്നുള്ള ചുമരിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അത് നോക്കിയിട്ടാണ് നമ്മുടെ റൂം ഏതാണെന്ന് നമ്മൾ നോക്കി പോവേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കാൻ നമ്മൾ കുറച്ച് നേരത്തെ അവിടെ സ്കൂളിൽ എത്തിച്ചേരുന്നത് വളരെ നല്ലതാണ്. പിന്നെ മഴക്കാലാണ്, അതുകൊണ്ടൊക്കെ തന്നെ വളരെ നേരത്തെ എത്തിച്ചേരുക. പിന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു സംഗതി നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് ആണ്. പരീക്ഷയ്ക്ക് നമ്മൾ നിർബന്ധമായും കൊണ്ടുപോകേണ്ടത് നമ്മൾ ആരാന്ന് തിരിച്ചറിയാനുള്ള ഹാൾ ടിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. ഒരിക്കലും നിങ്ങളത് ബാഗ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ബാഗിൻ്റെ അറയിൽ വെക്കുക. ഒരിക്കലും നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വെക്കരുത്. നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞാൽ ആ നോട്ട് ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയ്ക്ക് നമ്മളത് എടുത്ത് വെക്കാൻ, ബാഗിലേക്ക് എടുത്ത് വെക്കാൻ മറക്കും. അതുകൊണ്ട് തന്നെ ബാഗിൻ്റെ പ്രത്യേക അറയിൽ എവിടെയെങ്കിലും അതൊന്ന് സൂക്ഷിച്ചു വെക്കുക. മഴ നനയാതെ കേടുവരാതെ സൂക്ഷിച്ചു വെക്കുക. ടൈം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് പ്രത്യേകം ഓർക്കുക. അതായത് നേരത്തെ എത്താൻ പറയാനുള്ള കാരണം നമ്മുടെ റോൾ നമ്പർ, അതായത് രജിസ്റ്റർ നമ്പർ നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്യണം. ഓരോ ദിവസവും ഹാളിൽ, അതായത് നമ്മളുടെ റൂമിൽ മാറ്റം ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നേരത്തെ പോയി സെർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ട് ആ റൂം ഏതാണെന്ന് വെച്ചാൽ അവിടെ പോയി നിൽക്കണം, അല്ലെങ്കിൽ ഇരിക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എക്സാമിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പരീക്ഷ നന്നായിട്ട് എഴുതാനുള്ള മനസ്സുണ്ടാക്കുക. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോക്ക് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാത്ത നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പുതിയ ടൈം ടേബിൾ ആണ്, പഴയത് വെച്ചിരിക്കേണ്ട. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ ഞാൻ വളരെയധികം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് അപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ ഒരു ബെല്ല് കാണാം, ഓൾ എന്ന് എഴുതിയിട്ടുള്ള ഒരു ബെല്ല് കാണാം. അതും കൂടി ഒന്ന് അമർത്തി വയ്ക്കുക. അപ്പോൾ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നേരിട്ട് കിട്ടാൻ അത് സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.